നമസ്കാരം. ഭാരതത്തിന്റെ ധീര ജവാന്മാർ കാവൽ നിൽക്കുന്ന അതിർത്തിയിൽ ഒരൊറ്റ രാജ്യദ്രോഹി പോലും ഇനി ബാക്കി കാണില്ലെന്ന ദൃഢപ്രതിജ്ഞയോടെ ജമ്മു കാശ്മീരിലെ രൗചൂരി കൊടുങ്കാടുകളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരന്മാരുടെ നെഞ്ചിലേക്ക് ഭയത്തിന്റെ വിറയൽ പടർത്തിക്കൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ അതിശക്തമായ സുരക്ഷാവേട്ട ഓപ്പറേഷൻ ഷേരുവാലി 10ാം ദിവസവും കുതിച്ചു മുന്നേറുകയാണ്. നമ്മുടെ മണ്ണിൽ ചോരപ്പുഴ ഒഴുക്കാൻ നോക്കുന്ന ഭീകരരുടെ താവളങ്ങൾ ഒന്നൊന്നായി തച്ചുടയ്ക്കാനും ഈ നിബിഡ വനമേഖലയെ പൂർണ്ണമായും രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്ന് ശുദ്ധീകരിക്കാനുമുള്ള അതിതീവ്രമായ പോരാട്ടത്തിലാണ് നമ്മുടെ ജവാന്മാർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ആർമിയും മറ്റു സുരക്ഷാ ഏജൻസികളും സംയുക്തമായി നടത്തുന്ന ഈ നിർണായക ഓപ്പറേഷൻ അതിർത്തിയിലെ ശത്രുക്കളുടെ നട്ടെല്ലൊടിക്കുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ചരിത്രപരമായ മുന്നേറ്റത്തിനിടയിലാണ് വൈറ്റ് നൈറ്റ് കോർപ്സ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ PK മിശ്ര നേരിട്ട് നിയന്ത്രണ രേഖയിലെ മുൻനിര പോസ്റ്റുകളിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. കഠിനമായ പ്രതികൂല സാഹചര്യങ്ങളിലും മാതൃരാജ്യത്തിനായി നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ധീര ജവാന്മാരുടെ ഉയർന്ന മനോവീര്യത്തെയും അർപ്പണബോധത്തെയും അദ്ദേഹം നേരിട്ട് അഭിനന്ദിച്ചു. ശത്രുവിൻ്റെ ഏത് നീക്കവും നിമിഷനേരം കൊണ്ട് തകർത്തെറിയാൻ തക്കവണ്ണമുള്ള അത്യാധുനിക കൃത്യത, ആക്രമണശേഷിയും സുരക്ഷാ സംവിധാനങ്ങളും വിലയിരുത്തിയ കമാൻഡർ ഭാരതത്തിന്റെ 1 ഇഞ്ച് മണ്ണ് പോലും തൊടാൻ ആരെയും അനുവദിക്കില്ലെന്ന ദൃഢപ്രതിജ്ഞ ആവർത്തിച്ചു പറഞ്ഞു. ഭാരതത്തിന്റെ അതിർത്തികളിൽ ശത്രുക്കളുടെ ചോര മരവിക്കുന്ന തരത്തിലുള്ള സമാനതകളില്ലാത്ത സുരക്ഷാ കോട്ടയാണിപ്പോൾ ഇന്ത്യൻ സൈന്യം തീർത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ രജൌരി പോലുള്ള തന്ത്രപ്രധാനമായ അതിർത്തി ജില്ലകളിൽ കാടുകളുടെ മറവിലൊളിച്ചിരുന്ന് ഭാരതാംബയുടെ നെഞ്ചിലേക്ക് കത്തി കയറ്റാൻ നോക്കുന്ന പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരരുടെ അന്തകനായി മാറിയിരിക്കുകയാണ് നമ്മുടെ ധീര ജവാന്മാർ. ഒളിച്ചിരിക്കുന്ന അവസാനത്തെ ഒരൊറ്റ രാജ്യദ്രോഹിയെ പോലും ജീവനോടെ പുറത്തുവിടില്ലെന്ന ദൃഢനിശ്ചയത്തോടെയാണ് ഓപ്പറേഷൻ ഷേരുവാലി സുരക്ഷാസേന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മലനിരകളും കൊടുങ്കാടുകളും നിറഞ്ഞ പ്രതികൂലമായ ഭൂപ്രകൃതിയെ പോലും വകവയ്ക്കാതെ ആധുനിക സാങ്കേതിക വിദ്യയും ഡ്രോണുകളുടെയും സഹായത്തോടെയാണ് കാടുകൾ അരിച്ചു പിറക്കുന്നത്. നമ്മുടെ സൈന്യത്തിന്റെ ഓരോ ചുവടുവെപ്പും ശത്രുപാളയത്തിൽ വലിയ അങ്കലാപ്പാണ് സൃഷ്ടിക്കുന്നത്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും നേരെ വിരൽ ചൂണ്ടാൻ വരുന്ന ഏത് ദുഷ്ടശക്തികളെയും അവരുടെ മണ്ണിൽ ചെന്ന് തകർക്കാൻ ശേഷിയുള്ള ഒരു ഭരണകൂടവും അതിന് കരുത്തു പകരുന്ന ധീരനായ സൈനിക നേതൃത്വവുമാണ് ഇന്ന് രാജ്യത്തിനുള്ളത്. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തു നിന്ന് ഭീകരരെ ഇങ്ങോട്ട് കടത്തിവിട്ട് കാശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കാമെന്ന് ആരും മോഹിക്കേണ്ടതില്ല. ലഫ്റ്റനന്റ് ജനറൽ PK മിശ്രയെ പോലുള്ള അനുഭവ സമ്പത്തും വീര്യവുമുള്ള സൈനിക കമാൻഡർമാരും നേരിട്ട് അതിർത്തിയിൽ നിലയുറപ്പിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ ഓരോ ഭാരതീയനും പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. മുൻകാലങ്ങളിൽ ശത്രുക്കളുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ പ്രതിരോധം തീർക്കാൻ മാത്രം നിർബന്ധിതരായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ശത്രുവിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് ആഞ്ഞടിച്ച് അവരെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രതിരോധ നയം പൂർണ്ണമായും മറിഞ്ഞിരിക്കുന്നു. ആധുനിക യുദ്ധമുറകളും അത്യാധുനിക ആയുധശേഖരവും കൃത്യതയാർന്ന നിരീക്ഷണ സംവിധാനങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ പടയോട്ടം ഭാരത വിരുദ്ധ ശക്തികൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. മാതൃരാജ്യത്തിന്റെ കാവലാളുകളായി അതിർത്തിയിൽ ഉറച്ചു നിൽക്കുന്ന ജവാന്മാർക്ക് രാജ്യം മുഴുവൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഭീകരവാദത്തിന്റെ വേരിറക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ മഹായജ്ഞം വൻ വിജയത്തിലേക്ക് തന്നെയാണ് കുതിക്കുന്നത്. ഈ മണ്ണിൽ നിന്ന് ഭീകരതയുടെ വിത്തുകൾ പാടെ പിഴുതെറിയുന്നതുവരെ വിശ്രമമില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം നൽകുന്നത്. അതിർത്തി കടന്നുള്ള ചരടുവലികളും കള്ളപ്പണവും ആയുധക്കടത്തു തടയാൻ കഴിഞ്ഞതുവഴി ഭീകരവാദികളുടെ ശൃംഖല പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ അതിർത്തിയിൽ നിന്ന് നിരന്തരം കേട്ടിരുന്ന ആശങ്കയുടെ വാർത്തകൾക്ക് പകരം ഇന്ന് വരുന്നത് ശത്രുക്കളുടെ തകർച്ചയുടെയും നമ്മുടെ ജവാന്മാരുടെ ഐതിഹാസികമായ വിജയങ്ങളുടെയും വിവരങ്ങളാണ്. കാശ്മീരിലെ സാധാരണക്കാരായ ജനങ്ങൾ വികസനത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് തിരികെ വരുമ്പോൾ അതിന് വിഘാതം സൃഷ്ടിക്കാൻ നോക്കുന്ന രാജ്യദ്രോഹികളെ നിലംപരിശാക്കുക തന്നെ ചെയ്യും. ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തിയും വിവരസാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയും ഇന്ത്യൻ അതിർത്തികൾ ഇന്ന് മുമ്പെങ്ങുമില്ലാത്ത വിധം സുരക്ഷിതമാണ്. സൈന്യത്തിന്റെ ശക്തമായ മുന്നേറ്റം ഓരോ രാജ്യസ്നേഹിക്കും അഭിമാനവും രാജ്യവിരുദ്ധർക്ക് കടുത്ത പ്രഹരവുമാണ് സമ്മാനിക്കുന്നത്. ഭാരതത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നവർക്കുള്ള മരണമണിയാണ് രജൌരിയിലെ കാടുകളിൽ ഇപ്പോൾ മുഴങ്ങുന്നത്. നമ്മുടെ ധീര സൈനികരുടെ ചോരയ്ക്കും വിയർപ്പിനും കാവലാളായി ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള നേതൃത്വം നിലനിൽക്കുമ്പോൾ ഈ അതിർത്തികളിൽ ഇനി ഒരു വിഘടനവാദിക്ക് സ്ഥാനമുണ്ടാകില്ല. അതിർത്തിക്കപ്പുറത്തെ ഭീകരവാദ ഫാക്ടറികൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഭാരതത്തിന്റെ സുരക്ഷാ കോട്ടകളിൽ വിള്ള വീഴ്ത്താൻ കഴിയില്ലെന്ന് ഈ 10ാം ദിവസത്തെ ഓപ്പറേഷൻ തെളിയിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നടപടികളിലൂടെ ഈ മേഖലയിലെ അവസാനത്തെ ഭീകരനെ ഇല്ലായ്മ ചെയ്യുമെന്ന ദൃഢനിശ്ചയത്തിലാണ് സൈന്യം. ഭാരതാംബയുടെ കീർത്തി ലോകമെമ്പാടും ഉയർന്നു നിൽക്കുമ്പോൾ അതിന് ഭംഗം വരുത്താൻ നോക്കുന്ന ഏത് ആഭ്യന്തര ബാഹ്യ ശക്തികളെയും തകർത്തെറിയാൻ ഇന്ത്യൻ സൈന്യം സർവ്വസജ്ജമാണ്.
ശത്രുക്കൾ ഭയത്തോടെ മാത്രം കേൾക്കുന്ന പേരായി ഓപ്പറേഷൻ ഷേരു വാലി മാറുമ്പോൾ ഭാരതത്തിന്റെ അതിർത്തി കൂടുതൽ സുരക്ഷിതവും ഭദ്രവുമായി തുടരുക തന്നെ ചെയ്യും. മുൻകാലങ്ങളിൽ ഭീകരർ അതിർത്തി കടന്ന് ആക്രമണം നടത്തുമ്പോൾ കേവലം പ്രതിരോധത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഭാരതത്തിന്റെ നയം ഇന്ന് പൂർണ്ണമായും മാറി മറിഞ്ഞിരിക്കുന്നു എന്നത് നാം അഭിമാനത്തോടെ കാണേണ്ടതുണ്ട്. ശത്രുക്കൾ അവരുടെ താവളങ്ങളിൽ ഇരുന്ന് പദ്ധതികൾ ഇടുമ്പോൾ അതിർത്തി കടന്നു ചെന്ന് അവരുടെ കേന്ദ്രങ്ങളിൽ തന്നെ പ്രഹരമേൽപ്പിക്കാൻ തക്കവണ്ണം ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് രാജ്യത്തെ നയിക്കുന്നത്. മുൻപ് സൈന്യത്തിനുമേൽ അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി രാജ്യദ്രോഹികളെ വേരോടെ പിഴുതെറിയാൻ ജവാന്മാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതാണ് കാശ്മീരിൽ ഇന്ന് നാം കാണുന്ന വലിയ മാറ്റങ്ങൾക്ക് കാരണം. മാതൃരാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ദേശീയ നേതൃത്വത്തിന്റെ കരുത്താണ് അതിർത്തിയിലെ ഓരോ ജവാനിലും പ്രതിഫലിക്കുന്നത്. ഭീകരവാദത്തോടും രാജ്യവിരുദ്ധ ശക്തികളോടും സീറോ ടോളറൻസ് അഥവാ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നയമാണിപ്പോൾ രാജ്യം പിന്തുടരുന്നത് എന്നതിന് വ്യക്തമായ തെളിവാണ് 10 ദിവസമായി തുടരുന്ന ഈ വൻ സൈനിക വേട്ട. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് മുതൽ കാശ്മീരിലെ വിഘടനവാദികളുടെയും അവർക്ക് കുടപിടിക്കുന്ന രാഷ്ട്രീയ കാപട് നാട്യക്കാരുടെയും അടിത്തറ ഇളകിയിരിക്കുകയാണ്. കാശ്മീരിലെ സാധാരണ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ നോക്കുന്ന പാക് സ്പോൺസേഡ് ഭീകരരെയും അവരുടെ പ്രാദേശിക ഏജന്റുമാരെയും ഒരു ദയവുമില്ലാതെ അടിച്ചമർത്തുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഈ മുന്നേറ്റം. അതിർത്തി കടന്നുള്ള കള്ളപ്പണവും ആയുധക്കടത്തും തടഞ്ഞുകൊണ്ട് ഭീകരവാദത്തിന്റെ സാമ്പത്തിക സറോട്ടസുകൾ പൂർണ്ണമായും അടച്ചുപൂട്ടാൻ കഴിഞ്ഞത് ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ വിജയമായി നാം വിലയിരുത്തേണ്ടതുണ്ട്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഒരു ശക്തമായ ദേശീയ പാതയിലാണ് ഇന്ന് രാജ്യം സഞ്ചരിക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഭീകരവാദികളോട് മൃദു സമീപനം കാണിച്ചിരുന്ന പഴയകാലം ഇനി തിരികെ വരില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് നാം നൽകുന്നത്. ആധുനിക യുദ്ധമുറകളും അത്യാധുനിക ആയുധശേഖരവും കോർത്തിണക്കി അതിർത്തികൾ മുമ്പെങ്ങുമില്ലാത്ത വിധം സുരക്ഷിതമാകുമ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരനും ഈ മുന്നേറ്റത്തിന് പിന്നിൽ അണിനിരക്കേണ്ടതുണ്ട്. ശത്രുവിനെ ശത്രുവായി കണ്ട് മാതൃഭൂമിയുടെ കാവലാളായി നിൽക്കുന്ന ധീര ജവാന്മാർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു ശക്തമായ ഭരണ നേതൃത്വം രാജ്യത്ത് ഉള്ളിടത്തോളം കാലം ഭാരതാംബയുടെ ഒരു ഇഞ്ച് മണ്ണ് പോലും തൊടാൻ ഒരു വിഘടനവാദിക്കും കഴിയില്ല എന്നത് തന്നെയാണ് നമ്മുടെ ഉറച്ച പ്രഖ്യാപനം. ആധുനിക സാങ്കേതിക വിദ്യയുടെയും ആകാശ നിരീക്ഷണ ഡ്രോണുകളുടെയും സഹായത്തോടെയാണ് കാടുകൾ അരിച്ചു പറക്കുന്നത്. നമ്മുടെ സൈന്യത്തിന്റെ ഓരോ ചുവടുവെപ്പും ശത്രു പാളയത്തിൽ വലിയ അങ്കലാപ്പാണ് സൃഷ്ടിക്കുന്നത്. മുൻകാലങ്ങളിൽ അതിർത്തികളിൽ നിന്ന് നിരന്തരം കേട്ടിരുന്ന ആശങ്കയുടെ വാർത്തകൾക്ക് പകരം ഇപ്പോൾ വരുന്നത് ശത്രുക്കളുടെ തകർച്ചയുടെ നമ്മുടെ ജവാന്മാരുടെ ഐതിഹാസിക വിജയങ്ങളുടെയും വിവരങ്ങളാണ് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സൈന്യത്തിന്റെ ഈ ശക്തമായ മുന്നേറ്റം ഓരോ രാജ്യസ്നേഹിക്കും അഭിമാനവും രാജ്യവിരുദ്ധർക്ക് കടുത്ത പ്രഹരവുമാണ് സമ്മാനിക്കുന്നത്. ഭാരതത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നവർക്കുള്ള മരണമണിയാണ് രജൌരിയിലെ കാടുകളിൽ ഇപ്പോൾ മുഴങ്ങുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നടപടികളിലൂടെ ഈ മേഖലയിലെ അവസാനത്തെ ഭീകരനെയും ഇല്ലായ്മ ചെയ്യുമെന്ന ദൃഢനിശ്ചയത്തിലാണ് സൈന്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.